ഏഷ്യയിലെ ഏറ്റവും അപകടകരമായ സമുദ്ര തർക്കം. ദക്ഷിണ ചൈന കടലിൽ വീണ്ടും തീപ്പൊരി. ദക്ഷിണ ചൈന കടൽ വീണ്ടും യുദ്ധഭീഷണിയുടെ നിഴലിലേക്കാണ് നീങ്ങുന്നത്. ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായി കണക്കാക്കപ്പെടുന്ന ഈ സമുദ്ര മേഖലയിൽ ചൈനയും ഫിലിപ്പീൻസും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. സ്കാർബറോ ഷോൾ എന്ന തർക്ക പ്രദേശത്തിന് സമീപം 2 ഫിലിപ്പീൻ കപ്പലുകൾ ചൈനയുടെ സമുദ്രാതിർത്തിയിലേക്ക് അനധികൃതമായി കടന്നുകയറിയെന്നും നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും പിന്മാറാൻ തയ്യാറാകാതിരുന്നതിനാൽ അവയെ നിരീക്ഷിച്ച് പിന്തുടർന്ന് പ്രദേശത്ത് നിന്ന് പുറത്താക്കിയെന്നും ചൈനീസ് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി അവകാശപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ വലിയ ഏറ്റുമുട്ടലായതിനാൽ പശ്ചിമ പസഫിക്കിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും അന്താരാഷ്ട്ര ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. ചൈനയുടെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഫിലിപ്പീൻസിന്റെ 2 സർക്കാർ കപ്പലുകളാണ് സ്കാർബറോ ഷോളിന് സമീപമുള്ള ജലപരിധിയിലേക്ക് പ്രവേശിച്ചത്. ചൈന ഈ ദ്വീപിനെ ഹുവാങ്യാൻ ദാവോ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ സമുദ്രപരിധിയിലേക്ക് അനുമതിയില്ലാതെ കടന്നുകയറിയ കപ്പലുകളെ ആദ്യം റഡാർ സംവിധാനങ്ങളിലൂടെ നിരീക്ഷിക്കുകയും പിന്നീട് തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തുവെന്നാണ് ചൈനയുടെ വിശദീകരണം. എന്നാൽ ഫിലിപ്പീൻ കപ്പലുകൾ പിന്മാറാത്ത സാഹചര്യത്തിലാണ് ട്രാക്കിംഗ്, ഇന്റർസെപ്ഷൻ, നേരിട്ടുള്ള നിയന്ത്രണ നടപടികൾ എന്നിവ സ്വീകരിച്ച് അവയെ പ്രദേശത്ത് നിന്നും പുറത്താക്കിയെന്നും ചൈനീസ് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. ഈ നടപടികൾ പൂർണ്ണമായും നിയമാനുസൃതവും പ്രൊഫഷണലുമായിരുന്നുവെന്നും ചൈന അവകാശപ്പെടുന്നു. ഫിലിപ്പീൻസ് തുടർച്ചയായി ചൈനയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന പ്രകോപനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. സ്കാർബറോ ഷോളിന്മേലുള്ള തങ്ങളുടെ പരമാധികാരം ഒരിക്കലും ചോദ്യം ചെയ്യാനാകില്ലെന്നും ചൈന വീണ്ടും ആവർത്തിച്ചു. എന്നാൽ ഈ തർക്കത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് വെറും 2 കപ്പലുകളല്ല. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സമുദ്രമേഖലയാണ് സ്കാർബറോ ഷോൾ. ഫിലിപ്പീൻസിന്റെ ലുസോൺ ദ്വീപിൽ നിന്നും ഏകദേശം 220 കിലോമീറ്റർ അകലെയാണ് ഈ പവിഴപ്പുറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ചൈനീസ് പ്രധാന ഭൂഖണ്ഡത്തിൽ നിന്നും 1000 കിലോമീറ്ററിലധികം അകലെയാണിത്. എന്നിരുന്നാലും ചരിത്രപരമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചൈന ഈ പ്രദേശത്തെ സ്വന്തം ഭൂപ്രദേശത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്നു. ഫിലിപ്പീൻസും ഇതേ പ്രദേശം തങ്ങളുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ഭാഗമാണെന്നാണ് നിലപാട് സ്വീകരിക്കുന്നത്. ഈ ഏറ്റുമുട്ടൽ ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ദക്ഷിണ ചൈന കടലിൽ ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ നിരവധി തവണ കപ്പലുകൾ തമ്മിലുള്ള കൂട്ടിയിടിയും ജലപീരങ്കി ആക്രമണങ്ങളും തടയൽ നീക്കങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച സെക്കൻഡ് തോമസ് ഷോൾ എന്ന മറ്റൊരു തർക്ക പ്രദേശത്തും ഇരു രാജ്യങ്ങളുടെയും കപ്പലുകൾ നേർക്കുനേർ എത്തിയിരുന്നു. ആ സംഭവത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും പരസ്പരം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ദക്ഷിണ ചൈന കടൽ ഇന്ന് വെറും സമുദ്രാതിർത്തി തർക്കത്തിന്റെ വേദിയല്ല. ലോകരാഷ്ട്രീയവും സൈനിക ശക്തിയും സാമ്പത്തിക താൽപര്യങ്ങളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഏറ്റവും നിർണായകമായ ഭൂമിശാസ്ത്രപരമായ കേന്ദ്രമായി അത് മാറിക്കഴിഞ്ഞു. സ്കാർബറോ ഷോളിൽ നടന്ന ഈ പുതിയ സംഭവം ആ വലിയ ശക്തി പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ അധ്യായം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.